എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ 2-ാം തീയതി രാവിലെയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു +1 ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലേ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക, എപ്പോഴാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾ നേടേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അലോട്ട്മെന്റിനാണ്. ഈ ഒരു അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നത്. വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോയ സമയത്ത് സ്കൂളിൽ നിന്നും അഡ്മിഷൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞതാണ് എങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകി ആ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ മാത്രമാണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുക. അതായത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റാണ് hscap.kerala.gov.in എന്നുള്ള ഹയർ സെക്കൻഡറി വിഭാഗം അലോട്ട്മെന്റിന്റെ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഒന്നാമത്തേത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ലിങ്ക് എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്ക് കൂടി അതായത് ആ ഒരു ലിങ്കിൽ കൂടി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ കൂടി സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോർട്സ് കോട്ടയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആ ഒരു ലിങ്ക് മുഖാന്തരമാണ് പരിശോധിക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു 3 വിഭാഗത്തിലും ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതത് ലിങ്കുകൾ ഉപയോഗിച്ച് അതത് ആപ്ലിക്കേഷൻ നമ്പറുകൾ വെച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ SWS കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖാന്തരമാണ്, അതായത് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പരിശോധിക്കണം. അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ആ ഒരു ലിങ്ക് മുഖാന്തരം നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കൂടിയുള്ള ആ ഒരു റിസൾട്ട് കൂടി കൃത്യമായിട്ട് പരിശോധിക്കണം. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ഏത് ജില്ലയിലേക്കാണ് കൊടുത്തത് ആ ഒരു ജില്ല കൂടി നൽകി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കണം. ഈ ഒരു അലോട്ട്മെന്റ് പരിശോധിക്കുന്ന രീതിയെല്ലാം സെയിം തന്നെയാണ്. അതായത് എല്ലാ ലോഗിനിലും ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കുന്നതിനായിട്ട് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ തന്നെ MRS അതുപോലെ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ഏതിലൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലിങ്കുകൾ ഓരോന്നായിട്ട് ആദ്യം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ പേജ് ആയിരിക്കും എത്തുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിട്ടുള്ള, അതായത് യൂസർ നെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളോട് സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ച ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില സമയത്ത് ആ ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റില്ല, നേരെ പ്രൊഫൈൽ പേജിലേക്കാണ് പോകുക. അപ്പോൾ സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ച കളറിലായിട്ട് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക ചുവപ്പ് കളറിലായിട്ട് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ളത് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ MRS അത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലോ ആ ഒരു ലിങ്കുകൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അത് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ലിങ്കിൽ കൂടി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൂടി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇനി കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പച്ച കളറിൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ ഏറ്റവും താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ്. അതുപോലെ ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടിയുള്ളത്, എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയുള്ളത് എന്നുള്ളത് ആ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അവിടെ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ
യുവർ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വ്യൂ യുവർ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് പ്രിൻ്റ് എടുക്കുക. 2 പേജ് ഉണ്ടാകും, 2 പേജും പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് പരിശോധിച്ച് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ്, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ SWS ലിങ്ക് വഴി അപേക്ഷിച്ചവരാണെങ്കിൽ ആ ഒരു ലിങ്കിലൂടെ റിസൾട്ട് നോക്കുക. അതുപോലെ തന്നെ MRS ലിങ്കിലൂടെ, അതായത് കാൻഡിൽ ലോഗിൻ MRS മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ചവർ ആ ഒരു ലിങ്ക് കൂടി പരിശോധിക്കേണ്ടതാണ്. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ കൂടി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയുടെ ലോഗിൻ ID, അതായത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയൊക്കെയാണ് കിട്ടിയതെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജൂലൈ 3-ാം തീയതി മുതൽ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂലൈ അതായത് 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടുകാരോട് കൂടി ആലോചിച്ച്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് ചോദിച്ച് എവിടെയാണ് അഡ്മിഷൻ നേടാനായിട്ട് നല്ലത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാനായിട്ട്, ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക. അത് നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കാൻ താല്പര്യം അതനുസരിച്ച് നിങ്ങൾ കോഴ്സ് കിട്ടിയതനുസരിച്ച് നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്